മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം കേൾക്കുന്നത് 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആദ്യ ദിവസം ഭൂമിയുടെ ആധാരവും 2-ാം ദിവസം പറവൂർ സബ് കോടതിയിൽ മുനമ്പം ഭൂമിയുടെ പേരിൽ നിലനിന്നിരുന്ന കേസിന്റെ വിശദാംശങ്ങളും ട്രൈബ്യൂണൽ പരിശോധിച്ചു. ഇന്ന് പറവൂർ സബ് കോടതി വിധി ശരിവച്ച ഹൈക്കോടതി വിധി പരിശോധിക്കും. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗൂഗിൾ, മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം കേൾക്കുന്നത് 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ഇന്ന് എന്തൊക്കെ നടപടികളായിരിക്കും ഉണ്ടാകുക? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാടകീയമായ പല രംഗങ്ങളും ഉണ്ടായിരുന്നല്ലോ. കാരണം വിക്രം സേഠിൻ്റെ കൊച്ചുമക്കൾ ഭൂമിയിന്മേലുള്ള അവകാശമൊക്കെ മാറ്റിപ്പറയുന്ന കാര്യത്തിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ. അതുതന്നെയാണ് ഈ ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയിട്ടുള്ള സിദ്ദിഖ് സേഠിന്റെ മൂന്ന് മക്കളായിരുന്നു ആദ്യം ഈ ഭൂമി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അതിലൊരു മകളുടെ 2 മക്കളാണ് ഇപ്പോൾ ഇത് വഖഫ് ഭൂമിയല്ല എന്ന ഒരു വാദവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായത്. അത് ഈ പറഞ്ഞ പോലെ മുനമ്പം നിവാസികൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു നിലപാട് മാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്കാണ് വാദം കടന്നിരിക്കുന്നത്. ആദ്യ ദിവസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയുടെ ആധാരത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അതിൽ ക്രയവിക്രയത്തിനുള്ള അനുമതി ഉള്ളതിനാൽ ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിലപാടായിരുന്നു ഈ പറഞ്ഞ പോലെ മുനമ്പം നിവാസികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആധാരത്തിൽ 2 തവണ വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ഇത് ദൈവത്തിനായി സമർപ്പിച്ച ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വഖഫ് ബോർഡ് വാദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറവൂർ സബ് കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കോടതി വിധിയെ കുറിച്ചായിരുന്നു വഖഫ് ട്രൈബ്യൂണൽ പരിശോധിച്ചത്. 1964 ഈ മുനമ്പം ഭൂമി 10ഓളം കുടുംബങ്ങൾ കയ്യേറിയതുമായി ബന്ധപ്പെട്ടിട്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറവൂർ സബ് കോടതിയിൽ ഒരു കേസ് നൽകിയിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട വിധിയൊക്കെ ആയിരുന്നു പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. 1961 കേസ് കൊടുക്കുന്നു. 10 കുടുംബങ്ങൾ ഈ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊടുക്കുന്നു. പിന്നീട് 71 വരെ ആ കേസിന്റെ വിചാരണ നീണ്ടു. 71 വിധി വരുന്നത്. ആ വിധിക്കെതിരെ ഈ വിധി വന്നത് ഈ 10ഓളം കുടുംബങ്ങൾ ആ ഭൂമി കയ്യേറിയതാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ ഈ 10 കുടുംബങ്ങൾ ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി പറവൂർ സബ് കോടതിയുടെ വിധിയെ ശരിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാര്യങ്ങളായിരിക്കും ഏത് രീതിയിലാണ് ഹൈക്കോടതി ആ വിധിയെ നിരീക്ഷിച്ചത് എന്ന സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും ഇന്ന് ട്രൈബ്യൂണലിൽ നടക്കുക. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പറവൂർ സബ് കോടതിയിൽ നടന്നിട്ടുള്ള കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച സമയത്ത് വഖഫ് ബോർഡിന്റെ വക്കീൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതായത് 1964 10ഓളം കുടുംബങ്ങൾ മുനമ്പത്തെ ഭൂമി കയ്യേറിയ സമയത്ത് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയിരുന്നു എന്നൊരു വാദം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അത് രേഖകളൊന്നും സമർപ്പിക്കാൻ അവർക്ക് തയ്യാറായിട്ടില്ല. ഈ മുനമ്പം നിവാസികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനും പറഞ്ഞത് അതാണ്. അത്തരത്തിലൊരു വിശദാംശം, അതായത് സത്യവാങ്മൂലം നൽകി എന്നൊരു വിശദാംശം ആ കോടതിയുടെ വിധിയിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും എന്തായാലും വഖഫ് ബോർഡിനെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. താനത് കണ്ടിട്ടില്ല എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതെന്തായാലും ഈ കേസിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഒരു രേഖയാവാൻ അല്ലെങ്കിൽ ഒരു പരാമർശമാവാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വിധിയിലില്ലെങ്കിൽ അത്തരത്തിലൊരു സത്യവാങ്മൂലം അവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രേഖകളൊക്കെ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും ചർച്ചയാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേസിന്റെ വാദം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 10 കുടുംബങ്ങൾ കയ്യേറിയതുമായി ബന്ധപ്പെട്ട പറവൂർ സബ് കോടതി ശരിവെച്ച വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ആ കുടുംബങ്ങൾ അപ്പീൽ പോയിരുന്നു. അതിന്റെ ആ സബ് കോടതി വിധി ശരിവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് എന്തായാലും വഖഫ് ട്രിബ്യൂണൽ വാദം നടക്കുക. 11 മണിയോടുകൂടി തന്നെ കേസ് എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 11 മണി മുതൽ 1 മണി വരെ 2 മണിക്കൂറോളം, 1.5 മണിക്കൂർ 2 മണിക്കൂറോളൊക്കെ വാദം തുടരുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലും കാണാൻ സാധിച്ചത്. പ്രധാനമായിട്ടും ഈ കേസ് വഖഫ് കേസുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി ഗൂഗിൾ, മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം കേൾക്കുന്നത് 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.